സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ കടുംപിടുത്തം ഉപേക്ഷിച്ചതോടെ സമസ്തയുമായി ചർച്ചയ്ക്ക് വഴി തെളിയുന്നു. സർക്കാർ ക്ഷണിച്ചാൽ ഏത് നിമിഷവും ചർച്ചയ്ക്കെത്താൻ തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ പറയുന്നു. വിവാദം കൊഴുക്കുന്നതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച് ഇന്ന് സമസ്ത മുഖപത്രം ലേഖനമെഴുതി. കേരളത്തിലെ സർവകലാശാല വിസിമാർ മുഴുവൻ സംഘികളാണെന്ന് സുപ്രഭാതം വിമർശിക്കുന്നു. ചാൻസലറായ ഗവർണറിലൂടെ സർവകലാശാലകളിൽ പിൻവാതിൽ ഭരണം നടത്തുന്നത് സംഘപരിവാറാണ്. ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയതടക്കം വിദ്യാഭ്യാസ മേഖലയെ കുളം തോണ്ടുന്ന നടപടികളാണ് മന്ത്രി ആർ ബിന്ദു കൈക്കൊണ്ടത്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത ഇടതുപക്ഷം സ്വകാര്യ സർവകലാശാലകൾക്കായി പരവതാനി വിരിക്കുകയാണ്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളെ ഓർത്തിരുന്നെങ്കിൽ കീമിന്റെ പേരിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും തീ തിന്നേണ്ടി വരില്ലായിരുന്നു. കുലസ്ത്രീ വേഷധാരിയാണ് ടീച്ചറെങ്കിലും കുട്ടികൾ ആണും പെണ്ണും കെട്ട വസ്ത്രം ധരിക്കട്ടെ എന്ന പക്ഷം ബിന്ദുവിനുണ്ടെന്നും സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്ത ഉയർത്തിയ എതിർപ്പിനെ തുടർന്ന് സർക്കാർ അയഞ്ഞതോടെ ഏത് സമയത്തും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ അറിയിച്ചു. രാവിലെയുള്ള 15 മിനിറ്റ് അധിക സമയം വൈകുന്നേരം ചേർത്താൽ 4:30 ക്ലാസ് അവസാനിക്കുന്ന രീതിയിൽ ക്രമീകരണം നടത്താനാവുമെന്നാണ് സമസ്തയുടെ നിർദ്ദേശം. എന്നാൽ 3 മധ്യസ്ഥ പീരീഡുകളിൽ ഓരോന്നിലും 5 മിനിറ്റ് വീതം കുറച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാവുമെന്നാണ് സർക്കാർ വാദം. വിഷയത്തിൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം സമസ്തയുമായി ചർച്ച നടത്താനാണ് സർക്കാർ നീക്കം. ന്യൂസ് 18 കോഴിക്കോട്.